ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയത്തെ വരവെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വരവാണ്. അപ്പോൾ ദേ അമ്മായി പോയി, പെണ്ണിൻ്റെ അച്ഛൻ, പെണ്ണിൻ്റെ അമ്മ, അങ്ങനെയാണ് തുടങ്ങണത്, റൗണ്ട് തുടങ്ങണത്. അപ്പോൾ അതേ ആദ്യത്തെ പ്രദക്ഷിണം തുടങ്ങിയിട്ടാ. അപ്പം തന്നെ ശാന്തി പറയും ഒരു പ്രദക്ഷിണം മതി, സദസ്സിനെ വണങ്ങിയിരുന്നോളാൻ പറയും. അപ്പോൾ എല്ലാവരും പറയും 3 പ്രദക്ഷിണം വേണം. അവിടെ തുടങ്ങി കൺഫ്യൂഷൻ തുടങ്ങുകയാണ്, മക്കളെ തുടങ്ങുകയാണ്. അങ്ങനെ പിന്നെ 3 പ്രദക്ഷിണം അച്ഛൻ മോളെ കൊണ്ട് നടന്ന് 3 പ്രദക്ഷിണം വയ്ക്കും, പടപടയെന്ന്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെയൊക്കെ എൻ്റെ ഒക്കെ കല്യാണത്തിനാണ്, മറ്റാരുടെ കല്യാണത്തിനായാലും നമ്മുടെ അടുത്ത് നേരത്തെ വന്ന് പറഞ്ഞു തരും, നിങ്ങൾക്കൊരു താലം തരും, അതും പിടിച്ചുകൊണ്ട് വന്ന് 3 റൗണ്ട് പ്രദക്ഷിണം വെച്ചതിന് ശേഷം അവിടെ താലം വെച്ചിട്ട് സദസ്സിനെ നോക്കി വണങ്ങി കയറിയിരിക്കണം. ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ല ഡീസൻ്റായിട്ട് കാരണം കല്യാണം ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. ഇതിൽ കിട്ടുന്ന ഫോട്ടോസിലായാലും വീഡിയോസിലായാലും നമ്മൾ അതിൻ്റെതായ ഒരു ക്ലാരിഫിക്കേഷനിൽ നിൽക്കണമല്ലോ എന്നുള്ളൊരു ബേസിൽ നമ്മൾ മാക്സിമം അത് ഉദ്ദേശിച്ച് നിന്നിട്ടേ ഉള്ളൂ. പക്ഷേങ്കിൽ പാളിയിട്ടുള്ള പണികളൊക്കെ ഉണ്ട്, അത് ഞാൻ വേറെ എൻ്റെ കല്യാണ ഫോട്ടോസിൻ്റെ ഇടയിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വേണ്ടില്ല. അങ്ങനെ 3 റൗണ്ട് തികച്ചതിന് ശേഷം പെണ്ണ് സദസ്സിനെ വണങ്ങി കയറി ഇരിക്കാൻ പോവുകയാണ്. അങ്ങനെ അപ്പോൾ എല്ലാവരോടത്തും ചോദിക്കുന്നുണ്ട് 3 ആയോ എന്ന്. കാരണം ആരും എണ്ണി ഉണ്ടായില്ല. അവസാനം ഞങ്ങളെല്ലാവരും പറഞ്ഞു 3 കൃത്യം 3 ഇനി കൊച്ചു കയറിയിരുന്നാൽ മതിയല്ലോ. അങ്ങനെ പെണ്ണിനെ കയറ്റിയിരുത്താണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ, ആ മുല്ലപ്പൂവിൻ്റെ ഒരു വെയിറ്റ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം. മുല്ലപ്പൂവിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റാത്തതാണ്. തല ബാക്കോട്ട് പോകണമെന്നൊക്കെ തോന്നും. പോരാത്തതിന് എവിടേക്കാ സേഫ്റ്റി പിന്നും സ്ലൈഡും ഒക്കെ കുത്തി വെച്ചേക്കുന്നത് നമുക്ക് തന്നെ ഒരു പിടി ഉണ്ടാവില്ല. അങ്ങനെ എന്തായാലും വേണ്ടില്ല, പെണ്ണിനെ കയറ്റിയിരുത്തി. അപ്പോൾ എനിക്ക് തോന്നി ബാക്കിൽ നിന്ന് വിഷ്വൽ എടുക്കണം, അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, എന്തൊക്കെയോ പോലെ. അതിൻ്റെ ഇടയ്ക്ക് ജെർക്കിങ്ങും കാര്യങ്ങളും. പിന്നെ പോരാത്തതിന് 2 വീട്ടുകാരും വന്നപ്പോഴത്തേക്ക് നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരു അവസ്ഥയായി. മുന്നിലും പിറകിലും ഒക്കെ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഈ അപ്പുറത്തെ സൈഡിൽ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നത് ഫ്രീ ആണല്ലോ, അങ്ങോട്ട് ഓടിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് ഓടി. എന്തായാലും വേണ്ടില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് 2 പേർക്കും പ്രാർത്ഥിക്കാനും എന്താണ്ടൊക്കെ മന്ത്രമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറേ പൂവ് കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്ന നാളികേരത്തിലേക്ക് ഇടണമെന്ന് പറഞ്ഞ് അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 പേരും നല്ല പ്രാർത്ഥനയിലും നല്ല നിറഞ്ഞ ടെൻഷനിലുമാണ് ഇരിക്കുന്നത്. കാരണം അവരുടെ മുഖം കണ്ടാൽ തന്നെ അത് വ്യക്തമാണ്. അങ്ങനെ പിന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്മാർക്കും അമ്മമാർക്കും ദക്ഷിണ കൊടുക്കലാണ്. അത് ചെക്കൻ്റെ എടുത്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ഫോൺ സിംറ്റം തന്നു, അലാറം അടിച്ചു, സ്പേസ് ഇല്ല എന്നുള്ളത്. പിന്നെ പെണ്ണിൻ്റെ ഫുള്ള് ഞാൻ ഫോട്ടോയാണ് എടുത്തത്, അതുകൊണ്ട് വിഷമിക്കരുതാരും, ഇങ്ങനെയാണ് ഫോട്ടോ കിട്ടിയത്. കാരണം നമ്മൾ അത്രയും തിരക്കിൻ്റെ ഇടയിലല്ലേ. അപ്പം ഞാൻ തന്നെ ചിന്തിച്ചു, ഇതുപോലെ ഇങ്ങനെ ഫുള്ള് കല്യാണമായിട്ട് എടുത്തും കണ്ടിട്ട് ആരെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നി, കാരണം എൻ്റെ ആങ്ങള തന്നെയാണ്, ആങ്ങളുടെ സ്ഥാനത്തുള്ള ആളുടെ കല്യാണം ഇതുപോലെ നിന്നിട്ട് അവനെ ഒന്ന് വാരണമെന്നുള്ളത്. അവൻ മിക്കവാറും എന്നെ കൊല്ലും, അതെനിക്ക് ഉറപ്പായി. എന്തായാലും വേണ്ടില്ല. അങ്ങനെ എന്തായാലും വേണ്ടില്ല. അച്ഛൻ പിന്നെ താലി എടുത്ത് കൊടുത്തു. അതുവരെ എൻ്റെ ഫോണിൽ സ്പേസ് ഉണ്ടായില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് താലി കെട്ടണ വീഡിയോ എന്തായാലും എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ താലി കെട്ടണ വീഡിയോ എടുത്തു. അങ്ങനെ താലി കെട്ടാൻ വന്നപ്പോൾ ദേ കിടക്കുന്നു നാത്തുമാർ പല വഴിക്കേ കൂടെ ചാടിപ്പുറകിന്നൊരു പിടി. പെണ്ണ് കണ്ണിറുക്കിയടച്ച് സകല ദൈവങ്ങളെ വിളിക്കുന്നുണ്ട്. അണ്ണനാണെങ്കിൽ കെട്ടാനും പറ്റണില്ല, എത്തണമില്ല എന്നുള്ള അവസ്ഥയിലിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, എത്തി താലിയൊക്കെ കെട്ടി, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെണ്ണിൻ്റെ അവസ്ഥയുണ്ടല്ലോ, ആ പൂവിൻ്റെ ഇടയിൽ കൂടെ ആ ചരടും മാലയൊക്കെ ഇട്ട് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് നമ്മളൊക്കെ അനുഭവിച്ചാലേ അറിയുള്ളൂ എന്ന് പറയണ വെറുതെ അല്ല, അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണെന്നൊക്കെ. അങ്ങനെ എന്തായാലും വേണ്ടില്ല. താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചരടിലാണ് താലി ഇട്ട് കൊടുത്തേക്കണത്. ഇനി അയ്യോ ചുമയാണ് കേട്ടോ, കാര്യമാക്കല്ലേ. ഇനി ഇടുന്ന താലിമാല ഇട്ട് കൊടുക്കുകയാണ്. താലിമാലയും മോതിരവും ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ പൂമാല ഇടുന്നത്. അപ്പോൾ താലിമാല ഇട്ട് കൊടുത്തു. താലിമാല എല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നോണം കയറിപ്പോയി. കാരണം പൂവ് അത്രയും ഇതൊക്കെ ആയിട്ടല്ലേ ഇരിക്കണം, അതിൻ്റെയാണ്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, താലിമാല ഇട്ടു, സിന്ദൂരം ഇട്ടു. സിന്ദൂരം ഇടണമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്കില്ല് ഫോട്ടോസ് എടുക്കാൻ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ പറ്റിയേനെ. പക്ഷേങ്കിൽ നമുക്ക് അതിനൊന്നും പറ്റിയില്ല. പിന്നെ പൂമാല കൊണ്ടുവന്ന് പെണ്ണിൻ്റെ കൈ കൊടുത്തു. പൂമാല കൊണ്ടുവന്ന് പെണ്ണിൻ്റെ കൈ കൊടുത്തിട്ടിട്ട് പെണ്ണിനോട് എണ്ണീക്കാൻ പറഞ്ഞു. അങ്ങ് പെണ്ണ് എണീറ്റ് നിന്ന് മാല ഇടുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്താണ് എൻ്റെ ആങ്ങളാന്ന് പറഞ്ഞു ചാടി എണ്ണീറ്റു. ഞങ്ങളുടെ ആങ്ങള, അതായത് മണവാളച്ചക്കൻ ചാടി എണ്ണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ചെറുക്കൻ ഇരുന്ന് പെണ്ണ് നിന്നിട്ടുമാണ് മാല ഇടുന്നത് എന്ന് പറഞ്ഞപ്പം പിന്നെ അത് ഓക്കെ ആയി, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെറുക്കൻ ഇരുന്നും പെണ്ണ് നിന്നും മാല ഇട്ടു. അങ്ങനെ പൂമാല ചടങ്ങിൻ്റെ ഇടയിലും കൺഫ്യൂഷനായിരുന്നു. എന്തായാലും വേണ്ടില്ല, പിന്നെ ചെറുക്കനെ വീണ്ടും ഇരുത്തി
അങ്ങനെ അപ്പോൾ പെണ്ണിനൊരു ചിരി പൊട്ടി. കാരണം നിനക്കത് വേണോടാ എന്നുള്ള രീതിയിലുള്ളൊരു വെറുതെ പറഞ്ഞാണ് കേട്ടോ. അവർ രണ്ടുപേരും നമ്മുടെ ബെസ്റ്റീസാണ്. കാരണം അത്ര നമുക്ക് രണ്ടുപേർക്കും വേണ്ടപ്പെട്ട ആൾക്കാരാണ് രണ്ട് ടീംസും. അങ്ങനെ എന്തായാലും വേണ്ടില്ല, മാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ മന്ത്രകോടി എടുത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓട്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവരിറങ്ങി ഓടിക്കാണുമെന്ന്. അല്ല, അവർ മണ്ഡപത്തിന് പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം പെണ്ണ് മന്ത്രകോടിയും പിടിച്ച് ചെറുക്കൻ പെണ്ണിൻ്റെ കൈയും പിടിച്ച് അമ്മായി താലവും പിടിച്ച് നടക്കുകയാണ്. ഉണ്ണികളെ നടക്കുകയാണ് 3 റൗണ്ട് പ്രദക്ഷിണം വെച്ച്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പിന്നെ കുറച്ച് നേരം പ്രദക്ഷിണം കണ്ടു നിന്നിട്ട് ഞാൻ അങ്ങ് പോയി. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ കല്യാണം. അപ്പം കല്യാണം കഴിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കും. നിങ്ങൾ എന്തൊക്കെയാണ് പെണ്ണിൻ്റെ ഭാഗത്തു നിന്നാലും ചെറുക്കൻ്റെ ഭാഗത്തു നിന്നാലും ഇനി വീട്ടുകാരുടെ ഭാഗത്തു നിന്നാലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും ഇതാക്കിയാൽ അത്രയും നല്ലത്. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക്